എന്നാലും നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കാണിച്ചില്ലേ ലൊക്കിയല്ലോ. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് മുന്തിരിങ്ങ, പിന്നെ അതിൽ ഇച്ചിരി ഏലക്ക പൊടിച്ചതാണ്, കുറച്ച് രണ്ടാം പാല്, തേങ്ങാപ്പാലിനെ ഞാൻ അപ്പുറത്ത് ചേച്ചിയോടിരിക്കും. എടാ നീ ഒന്ന് മാറിയ ഇവിടെ വന്നാലും ശല്യം. നിനക്ക് എന്താ വേണ്ടത്? എന്റെ ജോയിസ്റ്റിക്ക് കാണാനല്ല. അയ്യേ നിന്റെ ജോയിസ്റ്റിക്ക് ഇതിന്റെ ഇടയിലാണോ? എന്ത് വൃത്തിയാണ്? എടാ അത് അപ്പുറത്തേക്കാരൻ കാണോ, അവിടെ പോയി നോക്ക്. ഞാൻ അപ്പുറത്തൊന്നും കൊണ്ടുവെക്കാറില്ല. നീ ഒന്ന് എഴുന്നേറ്റ് മാറിക്കേ. എടാ ഞാനിവിടെ സുപ്രധാനമായ ഒരു പാചക പരീക്ഷണത്തിന് വേണ്ട ഐറ്റംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ കിടന്ന് ചവിട്ടാടം കളിച്ചത് പായസം മാറി വേറെ എന്തെങ്കിലും ആയിപ്പോ. പായസം ഉണ്ടാക്കാൻ പോണ എന്താ വേണ്ടേ? ഇവിടെ ആരാണ് പായസത്തിന്റെ കാര്യം പറഞ്ഞത്? നീ ആരാടാ മിസ്റ്റർ പോഞ്ഞിക്കരെ മണത്ത് കണ്ടുപിടിക്കാൻ? ഇവിടെ ആരും പായസത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഞങ്ങള് പായ വരിക്കുന്ന കാര്യം പറഞ്ഞത് അല്ലടാ. ഉണങ്ങിയ കോമഡി ആയിപ്പോയി. കാര്യം പറയണം. അതെ, ആര് പായസം ഉണ്ടാക്കിയാലും ടെസ്റ്റ് പായസം എനിക്ക് വേണം കേട്ടാ. അതങ്ങനെ ഒരു ജീവി. ദേ നാളെ ഏത് പായസം ഉണ്ടാക്കുന്ന ഇപ്പൊ തീരുമാനിച്ചാ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കാം. രാവിലെ എണീറ്റ് കാണാൻ. ഗോതമ്പ് പായസം മതി. ആണോ? സേമിയ പായസം മതി. പരിപ്പ് പായസം മതി. പരിപ്പ് പായസം വേണ്ട. അത് ഞാനും നീ ഒന്നിച്ചല്ല കിടക്കുന്നത്. ഒരു പരിധിയിലേക്ക് അമോണിയ ശ്വസിച്ചാലേ ചിലപ്പോൾ എനിക്ക് മരണം സംഭവിക്കും. എന്ത് മുള്ളാമണോ? അല്ല, ഒരെണ്ണം ഒരു പായസം ഏതാണ് തീരുമാനിക്കുക, അത് ഉണ്ടാക്കാം. സേമിയ പായസം മതി. ഗോതമ്പ് പായസം മതി. അടപ്രഥമൻ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. അടപ്രഥമൻ മതി. എന്നാ അടപ്രഥമൻ മതി. നീ എന്തൊന്നും പ്രാർത്ഥന? ആരെന്തുണ്ടാക്കിയാലും ടെസ്റ്റ് പായസം എനിക്ക് വേണം. അപ്പൊ അട ഫിക്സ്. അടികൈ. എന്താടാ? എടാ അഡ്രസ്സ് നീ സാമിനോട് ചോദിക്കാം, അവനല്ലേ അറേഞ്ച് ചെയ്തത്. ഞാൻ വരാം, നീ വയ്ക്കുക, എനിക്ക് കുറെ പോവാനുണ്ടാ. ശരി. അവനെ പറഞ്ഞോളൂ. നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കണ്ട, ബേക്കറി നിമിഷം എത്തിയോ? അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അറിയില്ലെന്നോ? നിങ്ങൾ ഫിലിം ഡയറക്ടർ അൻവറിൻ്റെ വീടല്ലേ ചോദിച്ചത്? എന്നാൽ നിങ്ങൾ മാപ്പ് നോക്കിയിടുക. എന്ത് കഷ്ടമെന്ന് നോക്കിയേ. ഓണമായിട്ട് ഒരു ദിവസം വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. എന്തേ ആരെങ്കിലും കാണാൻ വരുന്നു പറഞ്ഞോ? ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? കണ്ടിട്ട് എളുപ്പം പറഞ്ഞോടാ നോക്ക്. എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തേ? ഞാനൊരു ഫിലിം ഡയറക്ടറാണെന്ന് നാട്ടുകാർക്ക് പറഞ്ഞുകൂടെ? ഇല്ല. വല്ലപ്പോഴും വല്ല ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണേ, അപ്പോഴേ നാലാൾക്കാർ തിരിച്ചറിയൂ. ശരി ശരി, ചെല്ലടി പോ. എന്ത് ചെയ്യാ, ഇയാളിത് എവിടെ പോയി കിടക്കും? സത്യം. ഒന്ന് വേഗം പറഞ്ഞിരുന്നു ഉപകാരമായിരുന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് കുക്കിംഗ്. തേങ്ങ 2 കഷ്ണങ്ങളാക്കാം. ശർക്കര, ഉണക്കൊന്തിരി, അണ്ടിപ്പരിപ്പ്. 1 മിനിറ്റ് ഇപ്പോൾ വരാട്ടോ. മനുഷ്യനെ പണിയെടുക്കാൻ സമയം. ശ്രുതികുട്ടാ വാ വാ, അകത്ത് പണിയുണ്ട്. ചേട്ടാ നമുക്ക് തന്നു വിട്ട സാധനങ്ങളിൽ 1-2 കുറവുണ്ടെന്നാ പറഞ്ഞ. 1-2 അത് കുഴപ്പമില്ല. 1-2 എന്ന് പറഞ്ഞാലേ മറ്റേ ഓല, കാളൻ, തോരൻ, അച്ചടി, പച്ചടി, കിച്ചടി, പഴം, ഇതൊന്നുമില്ല. പിന്നെ മാങ്ങാത്തൊലിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മാങ്ങാത്തൊലി ഇല്ല. ബാക്കി സാമ്പാർ, അവിയല്, അച്ചാറ്, പപ്പടം, ഉപ്പേരി, ഇത്രയൊക്കെ ഉണ്ട്. വളരെ ഉപകാരം. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. നീ വാ. എന്താ ഏട്ടാ? വാ കുട്ടാ. നീ ഇതൊരുമാതിരി ചതിയായി പോയിട്ടോ. എടാ സുക്കുട്ടാ, നീ അല്ലാതെ ആരാടാ ഉള്ളത് എനിക്കൊരു കൂട്ടിന് ഈ ലോകത്ത്? 3 കണ്ടില്ലേ, രാവിലെ ഇറങ്ങിപ്പോയതാണ്. ഇനി ഉണ്ണാൻ നേരത്തെ കയറി വന്നോളൂ. എടാ ഒന്നൊരു ആത്മാർത്ഥത ഇല്ലടാ നിനക്കൊഴിച്ച്. ചേട്ടൻ ഇപ്പെങ്കിലും അത് മനസ്സിലായല്ലോ. നീ ആ തേങ്ങ വെട്ടം ചേട്ടൻ്റെ തീർക്ക്. അത് കഴിഞ്ഞിട്ടാണോ സവാള അരിയാൻ. ചേട്ടാ ഒരല എനിക്കും ഉണ്ടാവില്ലേ? അതെന്താ സുതികുട്ടാ നീ അങ്ങനെ ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുതികുട്ടാ, നീ യൂട്യൂബിലെ ആ നീലിമ എന്ന് പറഞ്ഞ കൊച്ചിന്റെ കുക്കിംഗ് വീഡിയോസ് കാണാറുണ്ടോ? എടാ എന്തൊരു അടിപൊളി കുട്ടിയാടാ. അവളുടെ ഒരു ക്യാമറാമാനൊക്കെ ആയിരുന്നെ പൊളിച്ചാൻ.
അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് എൻ്റെ സ്പെഷ്യൽ അടപ്രഥമൻ ഉണ്ടാക്കി അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഹാപ്പി ഓണം, ബൈ. ഇതുവരെ കഴിഞ്ഞില്ലേ? പ്രീമിയർ പോയിക്കൊണ്ടിരിക്കുക. 15 മിനിറ്റിൽ എനിക്ക് അടുത്ത റെസിപ്പി ഇടണം. വാക്കൊണ്ട് പാചകം പറയണ പോലെയല്ല, കൈകൊണ്ട് പാചകം ചെയ്യണത് നല്ല പണിയാണ്. അച്ഛൻ അതൊക്കെ പറയാം. എന്റെ ഫോളോവേഴ്സിനോട് ഞാൻ എന്ത് പറയും? ഫോളോവേഴ്സ് അറിയണ്ട ഇതൊക്കെ ആരാ കുക്ക് ചെയ്യണെന്ന്. അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ പൊന്നച്ഛനെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത്. ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെ ഒരു അവസ്ഥ. എനിക്കിങ്ങനെ ഒരു കല കൈവശമുള്ളതുകൊണ്ടാണ് നീയൊക്കെ 4 ആൾക്കാരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നടക്കണത്. സ്വന്തം മോളൊരു സെലിബ്രിറ്റി ആയത് അഭിമാനിക്കൂ വെച്ചാൽ അഭിമാനിക്കൂ. അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം ക്ലബ്ബിൽ പോയപ്പോൾ നമ്മുടെ കുറച്ച് കമ്പനിക്കാരെ കണ്ടു. അവരെന്നോട് ചോദിച്ചു, യൂട്യൂബിൽ മോളുടെ ക്രിക്കറ്റ് ഷോ എല്ലാം കാണാറുണ്ട്, നല്ല ഷോ ആണ്, ഒരു കൈ സാറിനെ നോക്കിയൂടെയെന്ന്. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷെ അതിനെക്കുറിച്ച് ശരിക്കൊന്ന് ആലോചിച്ചു. എന്തായാലും ഞാൻ തന്നെ ഉണ്ടാക്കണം, നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എനിക്കും തുടങ്ങായിരുന്നു ഒരു ഷോ.